ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ വേദനരഹിത പ്രസവം എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ഹോസ്പിറ്റൽ സെക്രട്ടറി ഋതംഭരാനന്ദ സ്വാമികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഗർഭകാലത്തെ പരിചരണവും വേദനയില്ലാത്ത പ്രസവം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരങ്ങളും പൊതുവെ നാട്ടുപുറങ്ങളിലൊക്കെ വളരെ കുറവാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. മനുഷ്യരുടെ ജീവിത രീതിയെക്കുറിച്ച് ഗുരുദേവൻ പറഞ്ഞു കൊടുത്തെഴുതിയിട്ടുള്ള ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. ആ കൃതിയിൽ വിവാഹം മുതൽ ഇങ്ങോട്ട് ആരാണ് വിവാഹം കഴിക്കേണ്ടത്, ആരൊക്കെ തമ്മിലാണ് വിവാഹം കഴിക്കേണ്ടത്, ആരൊക്കെ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല, അതായത് ദമ്പതികൾ പരസ്പരം വിവാഹത്തിന് മുമ്പ് കാണണം. ഗുരുവിന്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ബന്ധുക്കൾ വിളിച്ചുകൊണ്ട് വരിക, ചടങ്ങ്, അതാണ് ചടങ്ങ്. പുടവ് കൊടുത്തുകൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞുള്ള ചടങ്ങാണ്. ഒരിക്കലും വിവാഹിതരാകാൻ പോകുന്ന ദമ്പതികൾ പരസ്പരം കാണുക പോലുമില്ല. പിന്നെ അത് കഴിഞ്ഞ് സത്സന്താനങ്ങൾ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയും അത് ഏതെല്ലാം രീതിയിലുള്ള അനുഷ്ഠാനങ്ങളാണ് ദമ്പതികൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഗർഭിണികളായി കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ പരിചരണങ്ങൾ നൽകണമെന്നും അവരെ ഏത് രീതിയിലുള്ള സ്ഥലത്താണ് താമസിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, നല്ല ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം ഗർഭിണികളെ താമസിപ്പിക്കാൻ. അമ്മയാകുന്നത് ഒരു അത്ഭുതകരമായ യാത്രയാണ്. എന്നിരുന്നാലും പ്രസവ സമയത്ത് ഒരു സ്ത്രീക്ക് കഠിനമായ വേദന അനുഭവപ്പെടുന്നു. ആദ്യത്തെ ഗർഭധാരണമെങ്കിൽ മിക്ക സ്ത്രീകൾക്കും വേദന അസഹനീയമായി മാറും. എന്നിരുന്നാലും ഇന്നത്തെ വിപ്ലവകരമായ പുരോഗതിയോടെ സ്ത്രീകൾക്ക് വേദനയില്ലാത്ത രീതികൾ തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. പ്രസവ സമയത്ത് വേദന കുറയ്ക്കാനും സ്ത്രീകൾക്ക് അത് ആസ്വദിക്കാനും സഹായിക്കുന്ന ഒരു രീതിയാണ് വേദനയില്ലാത്ത പ്രസവം. പ്രസവ സമയത്ത് വേദനയിൽ നിന്ന് ആശ്വാസം നൽകാൻ ഉപയോഗിക്കുന്ന ഒരു ഫലപ്രദമായ മാർഗമാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ. ഇത് നൽകുന്ന ഗുണങ്ങൾ അറിഞ്ഞതിനാൽ ധാരാളം സ്ത്രീകൾ ഈ പ്രക്രിയയിൽ ഏർപ്പെടുന്നു. സെമിനാറിൽ 50-ലേറെ ഗർഭവതികളായ സ്ത്രീകൾ പങ്കെടുത്തു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നിഷാദ് SK, RMO ഡോക്ടർ ജോഷി എന്നിവർ സെമിനാറിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. മനസ്സമാധാനത്തോടുകൂടി, ഉല്ലാസത്തോടുകൂടി, ടെൻഷൻ ഇല്ലാതെ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു. നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്നുണ്ടാക്കുന്ന പലതരം, അതല്ല, വീട്ടിൽ നിന്നുണ്ടാക്കുന്ന നല്ല തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സമയമായി നിങ്ങൾ ഓരോരുത്തരും ഇതിനെ കാണണം. ഡോക്ടർ അതുൽ വേദനരഹിത പ്രസവത്തെക്കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. മാറ്റുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാകുമോ അതിനോട് വളരെ അടുത്ത് വരുന്ന ഒരു വേദനയാണ് പ്രസവ വേദന. അത് ഓരോ ആൾക്കാരിലും വേദന ഓരോ രീതിയിലാണ്. ഓരോ ആൾക്കാർക്ക് സഹിക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. ഇപ്പോ വേദനയുടെ രീതികളൊക്കെ പറഞ്ഞു തന്ന് നന്നായിട്ട് കൗൺസിൽ ചെയ്ത ഒരാൾക്ക് ചിലപ്പോൾ അത്രയും കൂടുതൽ സഹിക്കാൻ പറ്റിയേക്കും. രണ്ടാമത്തെ പ്രസവമുള്ളവർക്ക് ആദ്യത്തെ ഒരു അനുഭവ പരിജ്ഞാനം ഉള്ളത് കൊണ്ട് അവർക്ക് കുറച്ചും കൂടെ സഹിക്കാൻ പറ്റിയേക്കും. അപ്പോ അവരുടെ ഗ്രഡേഷൻ ലെവൽ വ്യത്യാസമാണ്. എന്നിരുന്നാലും പ്രസവ വേദന വളരെ ശക്തമായ ഒരു വേദന തന്നെയാണ്. ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ജസ്ന ഹാഷിം, ഡോക്ടർ അമൃത മധുകുമാർ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. സെമിനാറിന് നേതൃത്വം നൽകിയ ഡോക്ടർ അതുലിനെ ഹോസ്പിറ്റൽ സെക്രട്ടറി ആദരിച്ചു. ഡോക്ടർ ജസ്ന ഹാഷിം സെമിനാറിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചു. വേദനരഹിത പ്രസവത്തിനുള്ള സൗകര്യം മിതമായ നിരക്കിൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. വിസ്മയ ന്യൂസ്, വർക്കല.